താങ്ക് യു ഷിക്കാഗോ റീജിയൻ. ഇപ്പോൾ പ്രസിഡൻഷ്യൽ അഡ്രസ്സിൻ്റെ സമയമാണ്. നമ്മുടെ ആത്മീയ പിതാവ് യുവർ ഗ്രേസ് ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് മെത്രാപ്പോലിത്ത തിരുമനസിനെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ, പ്രാർത്ഥനകൾ ഹൃദയപൂർവ്വം നേരുന്നു. പ്രത്യേകിച്ച് അമ്മമാരുടെ, സഹോദരിമാരുടെ ഒരു മീറ്റിംഗ് ആയതുകൊണ്ട് ഉച്ചയിലെ പറഞ്ഞു പഠിപ്പിച്ചൊരു പാഠമുണ്ട്. എന്താ പറഞ്ഞേ? താണ നിലത്തെ നീരോടു അവിടെ ദൈവം തുണ ചെയ്തു. ഒത്തിരി താണ് ദൈവിക കൃപയെ നമുക്ക് കാട്ടിത്തന്ന ചില നല്ല മുഖങ്ങളുടെ നാളുകളാണ് ക്രിസ്മസ് നാളുകൾ. ജോസഫ് ഉണ്ട്, മേരി ഉണ്ട്, സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ട മനുഷ്യനായി പിറന്ന യേശുനാഥനുണ്ട്. നമുക്കൊക്കെയും ഈ ലോക കാലഘട്ടങ്ങളിൽ നമ്മോട് നൽകുന്ന വലിയ സന്ദേശം അതാണ്. കൂടുവാൻ ഒത്തിരി കുറയണം, എങ്കിൽ മാത്രമേ ദൈവം നമ്മെ ഉയർത്തിയെങ്കിലേ നാം ഉയരുകയുള്ളൂ. ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഒരുക്കുക. ഈ കാലഘട്ടം നമ്മെ ഓർപ്പിക്കുന്നതും അതുതന്നെയാണ്. ദൈവികമായി നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുമ്പോൾ ദൈവം കൈപിടിച്ച് നമ്മെ ഉയർത്തുന്ന വലിയ പാഠങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നു. ജോസഫിൻ്റെ ജീവിതയാത്ര അതുതന്നെ, മറിയമിൻ്റെ ജീവിതയാത്ര അതുതന്നെ. ബേത്ലഹേമിലെ പുൽക്കൂടിൽ ജനിച്ചെങ്കിലും രാജാതിരാജനായി, ദേവാതിദേവനായി, സമാധാന പ്രഭുവായി, നിത്യരാജാവായി നമുക്ക് വേണ്ടി ഇന്നും സൈവസനിൽ ഉള്ള നമ്മുടെ യേശുനാഥൻ്റെ ആ ജന്മപ്പെരുന്നാൾ. മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ നമുക്കൊക്കെയും ഈ ഒരു വലിയ സന്ദേശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കൊണ്ട് സാധിക്കട്ടെ. ആ ഒരു ജീവിത പാതയെ നമ്മൾ അനുകരിക്കുമ്പോൾ നമുക്കൊക്കെ കിട്ടുന്നൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഇന്ന് ലോകത്തിന് നഷ്ടമായിരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് സമാധാനമാണ്. ആ യേശുവിനെ സ്വീകരിക്കുമ്പോൾ യേശു പറയുന്നത്, ഭയപ്പെടേണ്ട, സമാധാനമായി യേശുനാഥൻ വരികയാണ്. സന്തോഷമായി സർവ്വലോകത്തിനും ലഭിക്കുവാനുള്ള സന്തോഷമായിട്ടാണ് യേശു തമ്പുരാൻ വരുന്നത്. സർവ്വജനത്തിനും, ഇരുളിലിരിക്കുന്ന ജനത്തിനും ഒക്കെ പ്രത്യാശയുടെ ദൂതുമായിട്ടാണ് യേശു തമ്പുരാൻ വരുന്നത്. സമാധാനവും സന്തോഷവും പ്രത്യാശയും യേശുനാഥൻ നമുക്ക് നൽകണമെങ്കിൽ നാം നമ്മെ തന്നെ എത്രത്തോളം താന്നെങ്കില അത്രത്തോളം ഉയരുക. ക്രിസ്മസ് നൽകുന്ന പാഠം അതുതന്നെയാണ്. ദൈവം മനുഷ്യനായി താഴേക്ക് വന്നതിൻ്റെ നമ്മയൊക്കെ ഒന്ന് ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ, ഈ ദൈവിക അനുഭവത്തിലേക്ക് ഉയർത്തുവാനുള്ള സന്ദേശമാണ് നൽകുന്നത്. തീർച്ചയായും ലോക ജീവിതയാത്രയിൽ തമ്പുരാന്റെ സന്നിധിയിൽ തലകളെ വണക്കുകയും ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമുക്ക് സമാധാനവും സന്തോഷവും പ്രത്യാശയും ധൈര്യവും ജീവിതയാത്രയിൽ ദൈവം കൂട്ടായിരിക്കും. തീർച്ചയായും നോക്കുമ്പോൾ ഒത്തിരി ഹൃദയം നിറഞ്ഞ സന്തോഷം. മാർത്തോമാ സമാജത്തിൻ്റെ 3 അംഗങ്ങൾ നമുക്ക് ഉള്ളതിൽ സന്തോഷം. ബഹുമാനപ്പെട്ട ഐസക് പ്രകാശ് അച്ഛനോട്, ജേക്കബ് മാത്യു അച്ഛനോട്, എബി എബ്രഹാം അച്ഛനോട്, മറ്റച്ഛന്മാർ തമ്പാനച്ഛനൊക്കെ ഇതിനകത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നവരൊക്കെ ഉണ്ട്. നമ്മുടെ ഇതുവരെയും നമ്മുടെ ആത്മീയമായി നയിച്ച ഐസക് പ്രകാശ് അച്ഛൻ, സുനു ജോയ് ആൻഡ് ലിനി കൊച്ചമ്മ, സന്തോഷം. ക്രിസ്മസിൻ്റെ ആശംസകൾ, പ്രാർത്ഥനകൾ. പുതുവർഷം അനുഗ്രഹമായി തീരട്ടെ. പുതുതായിട്ട് ചാർജെടുക്കുന്ന ബഹുമാനപ്പെട്ട എബി അച്ഛൻ, ഷീന പുന്നൂസ്, ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഒരു വർഷക്കാലം മാർത്തോമാ സമാജത്തിന് എല്ലാ നേതൃത്വം നൽകിയ എല്ലാ റീജിയണൽ സെക്രട്ടറിമാർ, അതിൻ്റെ ചുമതലക്കാർ സ്നേഹം അറിയിക്കുന്നു. പുതുതായിട്ട് 2025 ചുമതലക്കാരായി ഇതിനകത്ത് പങ്കാളികളാകുന്ന എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. വളരെ മനോഹരമായി കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന എല്ലാവരെയും ദൈവത്തിൽ ഓർക്കുന്നു. എത്ര മനോഹരമായിട്ടാണ് ഇവിടെ സ്റ്റേജിനടുത്ത് പോയിരുന്ന് പാട്ട് കേട്ടതുപോലെ തോന്നുന്നു. എത്ര ഭംഗിയായിരുന്നു. ടെക്നിക്കൽ സൈഡിലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും സ്കിറ്റുകളൊക്കെ ഉണ്ടാകുന്നത് നല്ലതായിരുന്നു. നല്ല ഭംഗിയായിട്ട് അതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല പാട്ടുകൾ, അതിനുവേണ്ടിയൊക്കെ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മ, ഈ അനുഗ്രഹം ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, അമ്മമാരുടെ പ്രാർത്ഥന നമ്മുടെ ഡയസിസിന് അനുഗ്രഹമാണ്, നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമാണ്, ദേശത്തിന് അനുഗ്രഹമാണ്. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. ദൈവനാമ മഹത്വത്തിനായി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹൃദയപൂർവ്വം ക്രിസ്മസിൻ്റെ പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു തിരുമേനി. പ്രാർത്ഥനയോടെ ഞങ്ങൾ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്ന തിരുമേനിക്ക് ഒരുപാട് നന്ദി. ഒരു കാരൽ സോങ് കൂടെ കേൾക്കാം. ഇമ്മാനുവേൽ, ദൈവം ജാതനായി എന്ന പാട്ടിലൂടെ നമ്മെ അറിയിക്കുന്നത് MMES ഡിട്രോയിറ്റ് റീജിയനാണ്. ഈ സോങ് എഴുതി ഓർക്കസ്ട്രേഷൻ ചെയ്തത് റവറൻഡ് ഫാദർ ജെറി ജോൺ മാത്യു ആണ്. നമ്മൾക്ക് കേൾക്കാം.
ഇമ്മാനുവേൽ ദൈവം ജാതനായി എന്ന ഗാനാലാപനത്തിലൂടെ നമ്മോട് അറിയിക്കുന്നത് മിഡ്വെസ്റ്റ് ഡിട്രോയിറ്റ് റീജിയൻ MMVS choir ആണ്. This is a fast carol number written and orchestrated in 2015 by Reverend Father Jerry John Matthew. This song glorifies our Lord Emmanuel, who renewed the creation by his incarnation as a human. It praises the Lord who was a redeemer of the Israelites and who extended the redemptive reality of all of us human beings by going beyond all limits and boundaries. Now, Detroit Region MMVS Choir will present to us this beautiful carol song.
Wow, very colorful. Thank you, Detroit region. Now it's time for our Christmas message. We are blessed to have Reverend Father Dr. Jacob Matthew, Vicar of St. Paul's Orthodox Church, Orlando, to give us the Christmas message. Achan is the director of Sunday School. Achan is he is leading a managerial post in a leading hospital in the field of chaplaincy. Thank you, Acha. With great respect, I invite Reverend Father Dr. Jacob Matthew for today's message. Thank you, Sinu. Barak Murthy. Respected Isaac Prakash Achan, A.B. Achan, Amban Achan, Matta Vaidiga Shrestare, Kochumamare, Priyapetta Sahodri Sahodarangale. Christmas message ആണോ പുതുവത്സര മെസ്സേജ് ആണോ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അല്പം ഒന്ന് കൺഫ്യൂസ്ഡാണ്. കാരണം ക്രിസ്മസ് കഴിഞ്ഞ് നമ്മൾ അനേകം മെസ്സേജുകൾ കണ്ടു കേട്ടു. നമ്മുടെ വാട്സപ്പ് ഒക്കെ മെസ്സേജുകൾ കൊണ്ട് നിറഞ്ഞു. അതിൽ ഒരാളും കൈകൊണ്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, എല്ലാം ഫോർവേഡുകളായിരുന്നു. അപ്പോൾ നമ്മളൊരു ഫോർവേഡ് കൾച്ചറിലാണ് ജീവിക്കുന്നത്. ഫോർവേഡ് കൾച്ചർ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നോക്കി ജീവിക്കുന്ന ഒരു കൾച്ചർ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പകരം നമുക്ക് കിട്ടുന്ന ആശയങ്ങൾ വായിച്ചു പോലും നോക്കാതെ പലപ്പോഴും ഫോർവേഡ് ചെയ്യുന്ന ഒരു കൾച്ചർ എന്നാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. യേശുക്രിസ്തുവിന്റെ മെസ്സേജ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുമ്പോൾ അത് കൈകൊണ്ട് എഴുതി, ഹൃദയം കൊണ്ട് എഴുതി, നമ്മുടെ ചോര കൊണ്ട് എഴുതി, അത് മറ്റൊരാൾക്ക് നമ്മുടെ വായ് കൊണ്ട് പറയുന്ന ഒരു മെസ്സേജിന് ഉള്ള ജീവൻ ഈ ഫോർവേഡുകൾക്കില്ല എന്നുള്ളത് കൊണ്ട് ഫോർവേഡിൽ നിന്ന് അല്പം പുറകോട്ട് പോയി ഒരു യു ടേൺ എടുത്ത് നമുക്ക് യേശുക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിക്കണം എന്നുള്ളതാണ് ഈ വർഷത്തെ ക്രിസ്തുമസിന്റെ പ്രധാനപ്പെട്ട ചിന്തകളിൽ ഒന്നായിട്ട് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ വരുന്നത്. അതുകൊണ്ട് ആദ്യമായിട്ട് കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവനും കർത്താവ് നമ്മളെ എങ്ങനെ സംരക്ഷിച്ചു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ക്രിസ്തുമസിന് അർത്ഥമുണ്ടാവും എന്ന് ഞാൻ ആദ്യമായിട്ട് ദൈവത്തിൽ ശരണം പ്രാപിക്കുകയാണ്. ദൈവം നമ്മളെ സംരക്ഷിച്ചതിന് നന്ദി പറയുന്ന അവസരമാണ് ക്രിസ്തുമസ്. എന്തുകൊണ്ടാണ് ക്രിസ്തുമസ് വർഷാവസാനം വരുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് വർഷാവസാനം ക്രിസ്തുമസ് വരുന്നത്? ഈ ക്രിസ്തുമസ് എന്ന് പറയുന്ന ഈ പെരുന്നാൾ ആദ്യം ഉണ്ടായിരുന്നില്ല. ആദ്യം സഭയിൽ ഉണ്ടായ പെരുന്നാൾ എന്ന് പറയുന്നത് വചനിപ്പാണ്. വചനിപ്പ് പെരുന്നാള് ഏറ്റവും ആദ്യം ഉണ്ടായ പെരുന്നാൾ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഉയർപ്പാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി ആളുകൾ ആചരിച്ച പെരുന്നാളാണ് വചനിപ്പ്. പരിശുദ്ധ കന്യകമറിയാം അമ്മയുടെ അടുത്ത് ഗബ്രിയേൽ മാലാഖ വന്ന് അറിയിച്ച വചനിപ്പാണ് ആദ്യത്തെ വലിയ പെരുന്നാൾ. ഈ വചനിപ്പ് പെരുന്നാൾ ആചരിച്ചിട്ട് പിന്നീടാണ് ആളുകൾ ആലോചിച്ചത് 9 മാസം വീണ്ടും മുന്നോട്ട് ചിന്തിച്ചാൽ അവിടെ കർത്താവിന്റെ ജനന പെരുന്നാൾ ഉണ്ട്. ഒരു ജനന പെരുന്നാൾ വരുന്നത് AD 2-ാം നൂറ്റാണ്ടിലാണ്. നമ്മൾ ചിന്തിക്കണം, ഒരു സെഞ്ചുറിയോ 1.5 സെഞ്ചുറിയോ ആളുകൾ നോക്കിയിരുന്ന് അവരുടെ ഹൃദയത്തിലെ നന്ദി പ്രകാശനം എന്നുള്ള അർത്ഥത്തിലാണ് ഈ ക്രിസ്തുമസ് എന്ന പെരുന്നാൾ വരുന്നത്. 2, റോമിൽ നീതിയുടെ ദൈവമായിരുന്ന സൂര്യദേവനായിരുന്ന അപ്പോളോയുടെ പെരുന്നാൾ അവർ വലിയ കാര്യമായിട്ട് ആഘോഷിക്കുന്നു. അപ്പോളോയുടെ പെരുന്നാളിനെ ക്രൈസ്തവവൽക്കരിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായപ്പോൾ ഈ പെരുന്നാൾ, അതായത് അപ്പോളോയുടെ പെരുന്നാളിനെ മാറ്റി നിർത്തിയിട്ട് യേശുക്രിസ്തുവിന്റെ പെരുന്നാളായിട്ട് നീതി സൂര്യന്റെ പെരുന്നാളിനെ അവർ ആചരിക്കാൻ ആരംഭിച്ചു. അപ്പോൾ അപ്പോളോയുടെ പെരുന്നാൾ നിർത്തി, പകരം നീതി സൂര്യനായിരിക്കുന്ന കർത്താവിന്റെ പെരുന്നാൾ ജനനം എന്ന പേരിൽ ആഘോഷിക്കാനായിട്ട് ആരംഭിച്ചു. അതും അവരുടെ നന്ദി പ്രകാശനമായിരുന്നു. ഇനി ഞങ്ങൾക്ക് സത്യദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം സത്യദൈവത്തിന്റെ വിശ്വാസത്തെ ഞങ്ങൾക്ക് തന്നു എന്നുള്ളതിലുള്ള നന്ദി പ്രകടനമായിട്ടാണ് അവരെടുത്തത്. ഈ ഒരു പാരഡൈം നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ കഴിഞ്ഞ ഒരു വർഷക്കാലം
ദൈവം നമുക്ക് തന്ന നന്മകൾ ഓരോന്നിനെയും എണ്ണി എണ്ണി നമുക്ക് ഹൃദയത്തിൽ പറയാൻ സാധിക്കൂ. പരിശുദ്ധനായ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. എല്ലാത്തിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. In everything give thanks, for this is the will of God in Christ Jesus concerning you. എല്ലാത്തിനും സ്തോത്രം ചെയ്യുവീൻ. സ്തോത്രം എന്നുള്ള വാക്കിന്റെ അർത്ഥം നന്ദി എന്നാണ്. എല്ലാത്തിനും നന്ദി കരയാൻ നമുക്ക് സാധിക്കണം. കഴിഞ്ഞ ഒരു വർഷക്കാലം മർത്തമറിയം വനിതാ സമാജം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എല്ലാം ചെയ്തത് എനിക്കിവിടെ പറയാൻ സമയമില്ല എന്നുള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുക. നിങ്ങളെല്ലാവരും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക. മർത്തമറിയം വനിതാ സമാജം വളരെ വളരെ ഗംഭീരമായി ഷിക്കാഗോയിൽ ഒരു കോൺഫറൻസ് നടത്തി. ഏകദേശം 500-600 ഇടയ്ക്ക് അംഗങ്ങൾ അതിൽ സംബന്ധിച്ചു. ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലാണ് നമുക്ക് മതിയാവുക. മർത്തമറിയം വനിതാ സമാജം എത്ര മീറ്റിങ്ങുകൾ നടത്തി, എത്ര പേരോട് യേശുക്രിസ്തുവിന്റെ ദൈവ സുവിശേഷ വചനം അറിയിച്ചു, എത്ര ആളുകളുടെ ഹൃദയത്തിൽ പ്രത്യാശ പകർന്നു കൊടുത്തു. ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക. മർത്തമറിയം വനിതാ സമാജം എത്ര വ്യക്തികൾക്ക് സഹായങ്ങൾ ചെയ്തു. ഞാൻ ഒരു കാര്യം ഇവിടെ നന്ദിയോടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. സെമിനാരിയിലെ എൻ്റെ കൂടെ പഠിച്ച ഒരു വൈദികൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ മകന് ന്യൂറോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞ ഏറ്റവും ലീത്തലായിട്ടുള്ള ഒരു ക്യാൻസർ വന്നു. 2 വയസ്സുള്ള കൊച്ച്. ആ കൊച്ചിനെ സഹായിക്കാൻ എന്തെങ്കിലും സാധിക്കുമോ എന്ന് ബഹുമാനപ്പെട്ട ഐസക് പ്രകാശനോടും സുനുവിനോടും ലിനി കൊച്ചുമ്മയോടും ഒക്കെ ഞാൻ ചോദിച്ച സമയത്ത് നമുക്കതിനൊരു മാർഗം ഉണ്ടാക്കാം എന്ന് പറയുകയും അവർക്ക് ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു തുക കൊടുക്കുകയും ചെയ്തു. എൻ്റെ സഹോദരന്റെ കൊച്ചുമകൻ എന്നുള്ള നിലയിൽ ആ വല്യപ്പന്റെ ഹൃദയം എന്തുമാത്രം എനിക്കും ഉൾക്കൊള്ളാനൊക്കും എന്ന് ഞാൻ ശ്രമിച്ചുകൊണ്ട് പറയുക, നന്ദി. ആ കുഞ്ഞ് ഒരു 3 ആഴ്ച മുമ്പ് ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. പക്ഷേ ഈ ഭദ്രാസനത്തിലെ മർത്തമറിയം വനിതാ സമാജം ചെയ്ത ആ നന്മയ്ക്ക് ദൈവസന്നിധിയിൽ ഞാനും നന്ദി കരയറ്റുകയാണ്. നിങ്ങളോട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുക. ഇതുപോലെ എത്ര ആളുകളെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ദൈവത്തിന് നന്ദി. ഈ ക്രിസ്മസിന് സമയത്ത് ദൈവത്തിന് നന്ദി കരയറ്റുക. ഇങ്ങനെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ. ഇതിനെല്ലാം കാരണമാക്കിയ ദൈവം നമുക്ക് തൻ്റെ ജനനത്തിന്റെ സന്തോഷം വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. പ്രത്യാശ എന്നത് ക്രിസ്മസിന്റെ ഒരു വലിയ സന്ദേശമാണ്. എന്താണ് പ്രത്യാശ? പലപ്പോഴും നമ്മൾ പ്രത്യാശയെക്കുറിച്ച് പറയുമ്പം ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നുള്ള വിശ്വാസത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു നിർവചനം എടുത്തു പറയാറുണ്ട്. പക്ഷെ പ്രത്യാശ എന്ന് പറയുന്നത് മുമ്പോട്ട് നോക്കിയാൽ ഇരുട്ടാണ്, വഴിയൊന്നും കാണാനില്ല, ഇടത്തും വലത്തും ദുർഘടങ്ങളും പ്രാതികൂല്യങ്ങളുമാണ്, നിൽക്കുന്ന തറയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന് തോന്നുന്നു, മുകളിലേക്ക് നോക്കിയാൽ കാർമേഘം കൈകൊണ്ട് തൊടാവുന്ന ഉയരത്തിൽ നിൽക്കുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിലും ഹൃദയത്തിനുള്ളിലെ വെളിച്ചമാണ് പ്രത്യാശ. നമ്മൾ മുന്നോട്ട് നോക്കിയാൽ മുമ്പോട്ട് എന്താണെന്ന് കണ്ട് ആ ഒരു പ്രത്യാശ, അതിനാണ് പ്രത്യാശ എന്ന് വിളിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ ഫോഗ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഫോഗിൽ വണ്ടി ഓടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഹെഡ്ലൈറ്റ് ഓൺ ചെയ്താൽ അങ്ങോട്ട് പോകുന്ന വെളിച്ചം അതുപോലെ തിരിച്ചു വരും. അങ്ങനെയുള്ള സ്ഥലത്തും മുന്നോട്ട് പോകാൻ ഇവിടെ വഴിയുണ്ട് എന്ന ധൈര്യം നമ്മുടെ ഹൃദയത്തിൽ തരുന്നതിനെയാണ് പ്രത്യാശ എന്ന് വിളിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാൻ ഈ ക്രിസ്മസ് നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. പരിശുദ്ധ കന്യകമറിയാം അമ്മയെ ഒരു നിമിഷം നമുക്കൊന്ന് ഓർത്തു നോക്കാം. 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ദേവാലയത്തിൽ നിന്നും കാവലിനായിട്ട് ഒരു പ്രായമുള്ള ഒരു മനുഷ്യനെ, വിശ്വസിക്കാവുന്ന സമൂഹത്തിൽ നല്ല റെപ്യൂട്ടേഷൻ ഉള്ള ഒരു മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. ഈ പെൺകുട്ടി 12 വയസ്സുള്ള ഒരു കൊച്ച് എന്നുള്ള നിലയിൽ 13 വയസ്സാകുമ്പോഴത്തേക്ക് ഈ കുഞ്ഞ് പ്രസവിക്കാനായിട്ട് പോകുന്നു. ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കളഞ്ഞ് അവളെ നാണം കെടുത്താതിരിക്കാം എന്നുള്ള ചിന്തയൊക്കെ ഈ പിതാവിന്റെ ഹൃദയത്തിൽ വരുന്നുണ്ട്.
അവിടെയും ദൈവം തൻ്റെ മാലാഖയെ അയച്ച് എന്നോട് പറഞ്ഞ ഒരു സംഗതിയാണ് എന്നുള്ള ധൈര്യത്തിൽ നിശബ്ദയായിരിക്കാൻ സാധിക്കുന്ന ഈ പെൺകുട്ടിയുടെ, നമ്മൾ ചിന്തിക്കണം, നമ്മളെല്ലാവരും എത്ര വയസ്സുള്ള മനുഷ്യരാ? 12-13 വയസ്സുണ്ടായിരുന്ന സമയത്ത് നമുക്ക് എത്ര പ്രത്യാശ ഉണ്ടായിരുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ മുമ്പിൽ നമ്മൾ ഈ അമ്മയെ അമ്മയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുമ്പോഴാണ് പ്രത്യാശയുടെ അർത്ഥം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അനേകം വിശ്വാസിനികളായ പരിശുദ്ധകളും, ഈ പരിശുദ്ധകളുടെ ഒക്കെയും പ്രത്യേകമായ മധ്യസ്ഥതയിൽ നമുക്ക് പ്രത്യാശയുടെ ചിന്തകൾ പരസ്പരം നൽകാൻ സാധിക്കട്ടെ. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ മനസ്സുകളിലും നമ്മുടെ ശരീരങ്ങളിലും നമ്മുടെ ആത്മാക്കളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹത്തിലും കമ്മ്യൂണിറ്റിയിലും ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചുള്ള വിശ്വാസത്തോടു കൂടിയ ഒരു പ്രത്യാശ ഉണ്ടാകുവാൻ സാധിക്കട്ടെ. ഭാവി ഇരുളടഞ്ഞതല്ല എന്നുള്ള ഒരു ധൈര്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ. ഞാൻ ഒരു വാക്ക് ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ സംസ്കാരത്തിൽ, അതായത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സംസ്കാരത്തിലുള്ള ഒരു വാക്കാണ് സമുദായം. നമ്മൾ പലപ്പോഴും ഇന്ന് ആ വാക്ക് വളരെ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. സമുദായം. ഈ നമ്മുടെ സഭയുടെ പല നേതാക്കന്മാരോടും, അതായത് 1950 മുതൽ ഉണ്ടായിരുന്ന നേതാക്കന്മാരോട് പലപ്പോഴും എനിക്ക് സംസാരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. എറികാട്ടെ ബേബിച്ചായൻ എന്ന് വിളിക്കുന്ന ഒരു വലിയ നേതാവ് ഉണ്ടായിരുന്നു. അതുപോലെ പടിഞ്ഞാറേക്കര അവറാച്ചായൻ, PC എബ്രഹാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. ഇവരൊക്കെ കടന്നുപോയി. ഇവരോടൊക്കെ സംസാരിക്കും. ഇവരൊക്കെ വട്ടശ്ശേരി തിരുമേനിയുമായിട്ടൊക്കെ അടുത്ത് പെരുമാറിയിട്ടുള്ള ആളുകൾ. ഞാനൊക്കെ വളരെ കുഞ്ഞ് സെമിനാരി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് അവരോടൊക്കെ സംസാരിക്കാനുള്ള ഭാഗ്യമുണ്ട്. ഞാൻ അങ്ങോട്ട് സംസാരിക്കുമല്ലോ, അവർ ഇങ്ങോട്ട് പറയുന്നത് കേൾക്ക് മാത്രമേ ഉള്ളൂ. അവർ നിരന്തരം ഉപയോഗിച്ചിരുന്ന വാക്കാണ് സമുദായം. നമ്മുടെ സമുദായം. ഇന്ന് നമുക്ക് ആ സമുദായം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് അങ്ങ് നഷ്ടപ്പെട്ടു. ആരും പറയാറില്ല. അമേരിക്കയിലെ നമ്മുടെ ഈ ഭദ്രാസനം എന്ന വാക്ക് നമ്മൾ പറയുമ്പോൾ നമ്മുടെ സഭയിലെ അംഗങ്ങളെ പരസ്പരം ചേർത്ത് നിർത്തുന്ന ആ നൂലാണ് സമുദായം. നമ്മുടെ സമുദായത്തിൽ എങ്ങനെയായിരിക്കണം? നമ്മുടെ സമുദായത്തിൽ പ്രത്യാശ ഉണ്ടാവണം. ഒരുമിച്ച് ഉദയം ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ ഈ കൂട്ടത്തെയാണ് സമുദായം എന്ന് വിളിക്കേണ്ടത്. ഉദയം, ക്രിസ്തുവിന്റെ ജനനം. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് നീതിയുക്തമായ ഒരു ജീവിതം. മുമ്പോട്ട് നോക്കുമ്പോൾ 2025 നോക്കുമ്പോൾ നീതിയുക്തമായ ഒരു ജീവിതം നമുക്ക് ലഭിക്കുന്നതിന് ഈ ക്രിസ്തുമസ് നമുക്ക് പ്രത്യാശയായിട്ട് മാറണം. നീതി വെള്ളം പോലെയും ന്യായം വറ്റാത്ത തോട് പോലെയും ഒഴുകട്ടെ എന്ന് ആമോസിന്റെ പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞ് ഒഴുകട്ടെ, അങ്ങനെയാണ് ആ വാക്യം പറയുന്നത്. Let justice roll down like waters and righteousness like an ever-flowing stream. ഈ നീതിയുക്തത എന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സ്ത്രീകൾക്ക്, മാതാക്കൾക്ക്, സഹോദരിമാർക്ക് എങ്ങനെ നീതിയുക്തത നടപ്പിൽ വരുത്താൻ സാധിക്കും? പരിശുദ്ധ ദൈവമാതാവ് ഈ നീതിയുക്തത നടപ്പിൽ വരുത്തിയ ആളാണ്. അമ്മ നീതിയുക്തത നടപ്പിൽ വരുത്തിയത് താഴ്മയും ധൈര്യവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് വാദിച്ചതിലുമാണ്. ധൈര്യം അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരിക്കലും അമ്മയെ ആർക്കും ഭയപ്പെടുത്താൻ പറ്റിയില്ല. സമൂഹത്തിൽ നിന്നും തള്ളിക്കളയും, സ്മാർത്ഥ വിചാരം നടത്തി സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി തള്ളിക്കളയും എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോഴും അമ്മ ധൈര്യം കൈവിട്ടില്ല. കാരണം അമ്മയ്ക്ക് ഉറപ്പായിരുന്നു ദൈവം കൂടെയുണ്ട്. ഇമ്മാനുവേൽ, ഉദരത്തിൽ ഇമ്മാനുവേൽ ഉണ്ട് എന്ന ധൈര്യമുള്ള അമ്മയ്ക്ക് എവിടെ ധൈര്യം കുറഞ്ഞു പോകാനാണ്? നീതിയുക്തതയ്ക്ക് വേണ്ടി അമ്മ നിന്നു.
എന്നാൽ താഴ്മ ഒട്ടും തന്നെ കൈവിട്ടില്ല. ആര് ചോദ്യം ചെയ്യാൻ വന്നപ്പോഴും നിശബ്ദയായി അമ്മ നിന്നു എന്ന് പരിശുദ്ധനായ യാക്കോബിന്റെ പ്രോട്ടോ ഏവങ്കേലിയോൻ വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. പരിശുദ്ധ കന്യാമറിയാമിന്റെ ജീവചരിത്രം എന്ന പേരിൽ മലയാളത്തിൽ ഈ പുസ്തകം അവൈലബിൾ ആണ്. നിങ്ങളുടെ ആരുടെയും കയ്യിൽ അത് ഉണ്ടെങ്കിൽ അതെടുത്ത് വായിക്കണം. വായിച്ചിട്ടില്ല അതൊക്കെ വായിക്കാൻ കൊടുക്കണം. അവിടെ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ആരാധനകളിലെ പല പാട്ടുകളും അവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ശിവ നമസ്കാരത്തില് ബുധനാഴ്ച രാത്രി നമസ്കാരത്തില് രാത്രിയുടെ സമയത്ത് ചൊല്ലുന്ന ഒരു ഗീതമുണ്ട്. ചൊന്നാൾ മറിയാം നിൻ ശക്തിയാ നിന്നെ വഹിച്ചേൻ, ജനനെ ഗുഹയിൽ നിൻ മഹിമാവെന്നെ നീ കാട്ടി, കാളുന്ന ചെറു പുൽക്കൂടിനു ചുറ്റിലും എരുതി, പാറുന്നു പെരുതലേ ചിറകാറുള്ളോർ ശ്രോപ്പേന്മാർ, കർത്താവേ പക്ഷമുയർത്തിടുവാൻ അവരോട് നീ കൽപ്പിച്ചിടണമേ, വന്നു വണങ്ങി തിരുഹിതമാം സ്തന്യം ഞാൻ നൽകാൻ. ഇതുപോലെ വർണ്ണിച്ചിരിക്കുന്ന ഈ പുസ്തകത്തിലുണ്ട്. ശ്രോപ്പന്മാര് കർത്താവിന് മുമ്പാകെ വന്ന് ചിറകുകൾ അടിച്ച് പരസ്പരം ചിറകുകൾ കൂട്ടി ഉരസി അവരുടെ ചിറകുകളിൽ നിന്ന് അഗ്നി സ്ഫുലിംഗങ്ങൾ വരികയാണ്. അങ്ങനെ വരുന്ന അഗ്നി സ്ഫുലിംഗങ്ങൾ കണ്ടു നിൽക്കാൻ മാതാവിന് സാധിക്കുന്നില്ല. അത്രയ്ക്ക് തിളക്കമാണ്. അവിടെ അമ്മ കൈകൂപ്പി കണ്ണുകൾ അടച്ച് മകനോട് പറയുകയാണ്, ഇവരോട് അല്പസമയത്തേക്ക് ചിറകൊന്ന് അടക്കി വെക്കാൻ പറയാമോ, ഞാൻ അടുത്തു വന്ന് അല്പം ഒന്ന് പാല് തന്നോട്ടെ. ഈ താഴ്മയും അതേ സമയത്ത് ധൈര്യവും ഒരുപോലെ ഇരുന്നു എന്നുള്ളതാണ് അമ്മയുടെ നീതിയുക്തതയുടെ അടയാളം. അതേ സമയത്ത് തന്നെ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടി വാദിക്കാൻ അമ്മയ്ക്ക് ഒരു മടിയുണ്ടായില്ല. അതുകൊണ്ടാണ് കാനാവിൽ കല്യാണത്തിന് വീഞ്ഞില്ല എന്ന് വന്നപ്പോൾ മകന്റെ അടുത്ത് വന്ന് കൈകൂപ്പി പറഞ്ഞത് ഇവർക്ക് വീഞ്ഞില്ല. ഈ നീതിയുക്തതയാണ് അമ്മയ്ക്ക് സമൂഹത്തിൽ ശക്തമായ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാൻ തക്കവണ്ണം ധൈര്യത്തോടെ നിലനിൽക്കാൻ സാധിച്ചത്. ഈ നീതിയുക്തതയാണ് അമ്മയ്ക്ക് കുരിശിന്റെ ചുവട്ടിലും പതറാതെ പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. ഈ നീതിയുക്തതയാണ് അമ്മയ്ക്ക് കുരിശിന്റെ ചുവട്ടിൽ വെച്ച് യോഹന്നാൻ അമ്മയെ സ്വീകരിച്ചപ്പോൾ യോഹന്നാനെ മകനായി സ്വീകരിക്കാൻ സാധിച്ചത്. ഈ നീതിയുക്തതയാണ് എഫേസൂസിൽ നിന്നും മരണസമയത്ത് യെരുശലേമിലേക്ക് വരാൻ കാരണമായത്. ഈ നീതിയുക്തതയാണ് മരിച്ചു കഴിഞ്ഞപ്പോഴും കർത്താവിന്റെ അടുത്തേക്ക് ശരീരം എടുത്തുകൊണ്ടുപോകാൻ ഈ നേരത്തെ പറഞ്ഞ അതേ ശ്രോപ്യന്മാര് തന്നെ വന്നത്. അപ്പോഴും അവരുടെ ചിറകുകളുടെ ആ അഗ്നിസ്ഫുലിംഗത്തിൽ വഹിക്കപ്പെട്ടുകൊണ്ട് അമ്മയ്ക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിച്ചത്. 2025 നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ ട്രഡീഷൻസ് അപ്ഹോൾഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുപാട് നല്ല നല്ല പ്രാക്ടീസസ് ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണേ. നമ്മുടെയൊക്കെ വീടുകളിൽ സന്ധ്യയാകുമ്പോഴത്തേന് അമ്മമാര് ചെയ്തിരുന്ന ഒരു പ്രത്യേക കർമ്മം ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒരു 5 മണിയാകുമ്പോഴത്തേന് നിർബന്ധമായിട്ടും എല്ലാ വീടുകളിലെയും മുറ്റങ്ങൾ അടിച്ചു വാരണം നിർബന്ധമായിരുന്നു. അടിച്ചു വാരി കഴിഞ്ഞാൽ പോയി ദേഹം കഴുകി അല്ലെ കുളിച്ചിട്ട് വന്നിട്ട് അമ്മമാർ ആദ്യം ചെയ്തിരുന്ന പരിപാടി എന്ന് പറയുന്നത് എണ്ണത്തിരി കത്തിക്കുക, വിളക്ക് കത്തിക്കണം. വിളക്ക് കത്തിച്ച് ലൈറ്റ് ഇട്ടാലും കൊള്ളാം, വിളക്ക് കത്തിക്കുമായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ തറവാട്ടിലൊക്കെ അങ്ങനെ വിളക്ക് കത്തിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മ ഈ പറഞ്ഞ പോലെ വിളക്ക് കത്തിക്കുന്ന പരിപാടി അത് തുടർന്നില്ല. എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ മക്കൾക്കോ ഇങ്ങനെ വിളക്ക് കത്തിക്കുന്ന ഒരു പരിപാടിയെ കുറിച്ച് അറിയത്തേയില്ല. എൻ്റെ കുടുംബം പോലെ ആയിപ്പോയിരിക്കും നിങ്ങളുടെയൊക്കെ പലരുടെയും കുടുംബങ്ങൾ. ഞാൻ ചിന്തിക്കുക, കുറ്റപ്പെടുത്താനല്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ ലക്ഷ്യം നമ്മുടെ ഒരു നല്ല പാരമ്പര്യത്തെ തിരികെ കൊണ്ടുവരാൻ. നിങ്ങളോട് എല്ലാവരോടും ഞാൻ 2025 ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യം, എണ്ണത്തിരി കത്തിക്കാൻ പറ്റില്ല എങ്കിൽ ഒരു മെഴുകുതിരി കത്തിക്കാം. മെഴുകുതിരി കത്തിച്ച് ഒരു സ്വർഗസ്വനായ പിതാവേ എന്നെങ്കിലും അവിടെ നിന്ന് ചൊല്ലിയിട്ട് വൈകിട്ട് കുറച്ച് സമയമെങ്കിലും മെഴുകുതിരി കത്തി അവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് തിരിയാണെങ്കിലും കത്തിച്ചാൽ മതി. ഒരു വെളിച്ചം നമ്മുടെ വീട്ടിൽ. നമുക്ക് ഉപവാസം, പ്രാർത്ഥന, പാവപ്പെട്ടവരെ സഹായിക്കല്, പരിശുദ്ധ കൂദാശകളുള്ള പങ്കാളിത്തം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിരന്തരം പറയാറുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള ഒരുപാട് നല്ല നല്ല പാരമ്പര്യങ്ങൾ നമുക്കുണ്ടായിരുന്നു.
നമ്മളൊരു പള്ളിയിലെ പെരുന്നാൾ വരുന്നു, നമ്മുടെ ഇടവകയിലെ പെരുന്നാൾ വരുന്നു, നമ്മൾ അപ്പം ഉണ്ടാക്കി പള്ളിയിൽ കൊണ്ടുപോകുന്നു. അതെങ്ങനെ ഉണ്ടാക്കിയിരുന്നത്? അതൊരു നല്ല പാരമ്പര്യമായിരുന്നു. നമുക്കത് തിരിച്ചു കൊണ്ടുവരാൻ ഒക്കുവോ? നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കാൻ ഒക്കുവോ? നമ്മൾ ചിന്തിക്കണം, ഗ്രീക്ക് ഓർത്തഡോക്സുകാർക്കും കോപ്റ്റിക് ഓർത്തഡോക്സുകാർക്കും അർമേനിയൻസിനും അല്ലെങ്കിൽ സുറിയാനിക്കാർക്കും ഒക്കെ അവരുടേതായ പാരമ്പര്യങ്ങൾ അവർ കളയാതെ കൊണ്ടു നടക്കുന്നു. നമ്മുടെ വീടുകളിൽ നിന്ന് ഇങ്ങനെ ഒക്കെയുള്ള ഓരോ സംഗതികൾ കൊണ്ടുവന്ന് പള്ളിയിൽ കൊണ്ട് കൊടുത്ത് പെരുന്നാൾ ആഘോഷിച്ച് സന്തോഷത്തോടെ അനുഗ്രഹം പ്രാപിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു പതിവ് നമുക്ക് വരണ്ടേ? ഇപ്പം ഒരാള് അപ്പം കൊണ്ടുവരാൻ നേക്കുന്നു, ആ അപ്പം നമ്മൾ ഓർഡർ ചെയ്യുന്നു. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. എല്ലാ വീട്ടിൽ നിന്നും ഒപ്പം കൊണ്ടുവരുന്നു, എല്ലാ വീട്ടിൽ നിന്നും പാച്ചോറ് കൊണ്ടുവരുമായിരുന്നു. ഇപ്പൊ നമ്മൾ പറയും പല വീട്ടിൽ നിന്ന് പാച്ചോറ് കൊണ്ടുവന്നാൽ ഇതെല്ലാം കൂടെ പല രീതിയിലായിപ്പോ, ഇതെങ്ങനെയാ, അതെല്ലാം ഹോമോജീനിയസ് ആകത്തില്ല എന്ന് പറഞ്ഞു. ആകണ്ട. ഒരു വീട്ടിലെ പാച്ചോറ് അല്പം മധുരം കുറവായിരിക്കും, സാരമില്ല, നമുക്ക് എല്ലാവർക്കും കൊണ്ടുവരാൻ ഒക്കുവോ? കുറച്ച് കൊണ്ടുവന്നാൽ മതി, ഒരു പൊതി കൊണ്ടുവന്നാൽ മതി. ആ പൊതികൾ, ഓരോ പൊതികളും അവരവർക്ക് നമുക്ക് എടുത്ത് കൊടുത്തൊക്കെ തീർക്കാം. ഇതിനൊക്കെ വർക്ക് അറൗണ്ട് ഉണ്ട്. കുഞ്ഞ് സിപ്പിലൊക്കെ ഇട്ടുകൊണ്ട് വന്നാൽ മതി. നമുക്ക് ഇതിനൊക്കെ വർക്ക് അറൗണ്ടുകൾ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ കുറെ നല്ല നല്ല പാരമ്പര്യങ്ങളെ നമുക്ക് 2025 കുറച്ചെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ. എല്ലാ ദിവസവും വൈകിട്ട് വീട്ടിൽ ഒന്ന് വിളക്ക് കത്തിച്ച് ഒന്ന് ഒരു കൗമ പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എന്ന് ചൊല്ലി നമുക്ക് കുടുംബ പ്രാർത്ഥനയുടെ സമയം പിന്നെ 8 മണിക്ക് മതി. നമുക്കൊന്ന് വിളക്ക് കത്തിക്കാനൊക്കെ 6 മണിക്ക് വീട്ടിലുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ വീട്ടിലുള്ളവരോട് വിളക്ക് കത്തിക്കാൻ പറയാൻ പറ്റുമോ നമുക്ക്? ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി, സ്വത്വത്തെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്നത്. നമ്മുടെ പെൺകുട്ടികൾക്ക്, നമ്മുടെ ആൺകുട്ടികൾക്ക് ഇങ്ങനത്തെ നല്ല നല്ല നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സമുദായത്തിൽ, ആ വാക്ക് വീണ്ടും ഞാൻ എടുക്കുക, നമ്മുടെ സമുദായത്തിൽ ഉണ്ടായിരുന്ന നല്ല നല്ല പാരമ്പര്യങ്ങളെ കൊടുക്കാൻ പറ്റുന്നത്. അത് കൊടുക്കാൻ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ മയാമിയിലുള്ള ബഹുമാനപ്പെട്ട ജോയ് പൈങ്ങോലിൽ അച്ഛൻ പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ഏറ്റവും കൂടുതൽ തിയോളജി പഠിച്ചിട്ടുള്ളത് സെമിനാരിയിൽ നിന്നല്ല, അച്ഛൻ്റെ അമ്മച്ചിയുടെ അടുത്ത്. അച്ഛൻ്റെ അമ്മച്ചിക്ക് അപ്രേമിന്റെ മെമ്മറാകൾ മുഴുവൻ അറിയാമായിരുന്നു. ഈ മെമ്മറാകൾ അമ്മച്ചി ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും തുണി അലക്കുമ്പോഴും പുല്ല് പറിക്കുമ്പോഴും ഒക്കെ നിരന്തരം ചൊല്ലും. ഈ ചൊല്ലുന്ന മെമ്രാകളിൽ നിന്നൊക്കെ അമ്മച്ചി വേദശാസ്ത്രം മകനെ പഠിപ്പിച്ചു. നമുക്കിതിലേക്കൊക്കെ തിരിച്ചു വന്നു. നമ്മുടെ വിശ്വാസവുമായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ ഏകീഭവിപ്പിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഐക്യം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? നമ്മുടെ സമൂഹത്തിൽ മറ്റ് ആളുകളെ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാൻ ഒക്കുമോ? കുറച്ചാൾ മുമ്പ് ഒരു സിനിമയുടെ ക്ലിപ്പിംഗ് ഒരാൾ എനിക്ക് അയച്ചു തന്നു. അതിനകത്ത് ക്രിസ്മസ് വരുമ്പോഴത്തേന് 1970-കളിലും ഒക്കെ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ എങ്ങനെയായിരുന്നു ആഘോഷിച്ചിരുന്ന ഒരു കുഞ്ഞൊരു ക്ലിപ്പിംഗ്. കോഴിയെ കണ്ടിച്ച കോഴിയെ കൊണ്ടുവന്ന് അതിനെ ഒരു വാഴയിലേക്കകത്തിട്ട് അതിനെ ക്ലീൻ ചെയ്ത് അതുകൊണ്ട് കറി വെച്ച്, അതൊന്നും നമുക്ക് ഇന്ന് സാധിക്കുമെന്നില്ല. വാഴയിലൊന്നും പറിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് കറി വെക്കലൊന്നും നടക്കുകയില്ല. പക്ഷെ നമുക്ക് അങ്ങനെ കുറെ പാരമ്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നെങ്കിലും നമ്മുടെ മനസ്സിലതിരിക്കണം. ഇത് നമ്മുടെ പരസ്പര ബന്ധം വർദ്ധിപ്പിക്കാനായിട്ട് കാരണമാണ്. പരസ്പരമുള്ള സഹകരണം നമുക്ക് വർദ്ധിപ്പിക്കാൻ ഒക്കണം. അവനോ വളരണം, ഞാനോ കുറയണം എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്ക് വരണം. മർത്തമറിയ വനിതാ സമാജത്തിലുള്ള ആളുകളുടെ ശക്തമായ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ധൈര്യത്തോട് സഹകരിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവസന്നിധിയിൽ നീതിയുക്തമായ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം വളരെ വ്യക്തമായിട്ടും വളരെ കൃത്യമായിട്ടും മനഃപൂർവമുള്ള നന്മ പ്രവൃത്തികളിലൂടെയാണ് എന്ന് നമ്മൾ അറിയണം. ഈ ക്രിസ്തുമസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ക്രിസ്തുമസിന് അർത്ഥം ഉണ്ടാവും. ഇല്ലെങ്കിൽ ക്രിസ്തുമസ് വീണ്ടും ഒരു ഉത്സവം മാത്രം.
നിങ്ങൾ എന്ത് കാണാൻ മരുഭൂമിയിലേക്ക് പോയി? കാറ്റിനാൽ ഉലയുന്ന ഓടയോ? യോഹന്നാൻ മാംദാനയെ കുറിച്ച്, അല്ലെങ്കിൽ കർത്താവിന്റെ മുന്നോട്ടക്കാരനായ പരിശുദ്ധനായ യോഹന്നാനെ കുറിച്ച് കർത്താവ് തന്നെ ചോദിക്കുന്ന ചോദ്യമില്ല. നിങ്ങൾ എന്ത് കാണാനാ മരുഭൂമിയിലേക്ക് പോയത്? ഈ ക്രിസ്മസ് അവസാനിക്കുമ്പോൾ നമ്മൾ എന്ത് ആഘോഷിച്ചു? നമ്മുടെ ഹൃദയത്തിൽ സമാധാനം വർദ്ധിച്ചോ? ദൈവം നമ്മുടെ മുമ്പിൽ തുറക്കുന്ന പാതകളെ പ്രത്യാശയോടും ധൈര്യത്തോടും കൂടി ആ പാതകളിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ധൈര്യം തന്നോ? 2025 ഡിസംബറിലെ ക്രിസ്തുമസ് നമുക്ക് ആഘോഷിക്കാൻ, ഇതുപോലെയോ ഇതിലും ഭംഗിയായോ ആഘോഷിക്കാൻ, അർത്ഥവത്തായ ക്രിസ്മസ് ആഘോഷിക്കാൻ നമുക്ക് സാധിക്കുമോ? എല്ലാവർക്കും സാധിക്കും എന്നുള്ള പ്രത്യാശയിൽ ഞാൻ ആയിരിക്കുക. പരിശുദ്ധനായ ദാവീദ് 103 സങ്കീർത്തനം 1-2 വാക്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. കർത്താവിന്റെ ഉപകാരങ്ങളെ മറക്കാതെ, കർത്താവ് നമ്മെ നയിക്കാൻ പോകുന്ന പാതകളിലെ പ്രത്യാശയെക്കുറിച്ച് ചിന്തിച്ച് ധൈര്യത്തോടെ 2025 പ്രവേശിക്കാൻ ഈ ക്രിസ്തുമസ് നമുക്ക് ധൈര്യം നൽകട്ടെ. ഈ ക്രിസ്തുമസ് നമുക്ക് അർത്ഥവത്തായി തീരട്ടെ. കഴിഞ്ഞ ക്രിസ്തുമസിന് നമ്മുടെ കൂടെ ആഘോഷിച്ച് പലരുന്നില്ല. അവർക്ക് കർത്താവ് തൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും ഒക്കെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് അവരുടെ നല്ല ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവ് നിവർത്തിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെയും സഭയിലെ നേതാക്കന്മാരെയും സഭയ്ക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷിക്കുന്നവരെയും എല്ലാ വിശ്വാസികളെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നീതിയുക്തത സഭയിൽ ശക്തമായി വളരുവാനും വാഴുവാനും നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അനുഗ്രഹകരമായ ക്രിസ്മസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനും ആശംസിക്കുകയാണ്. ഈ ഒരു വർഷം നന്മ നിറഞ്ഞതാവട്ടെ. കഴിഞ്ഞ വർഷം ചെയ്ത നന്മകളെ കൂടുതലായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ സാധിക്കട്ടെ. ബഹുമാനപ്പെട്ട എബി അച്ഛനും അച്ഛൻ്റെ ടീമിനും എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഐസക് പ്രകാശ് അച്ഛനും സുനുവും ലിനി കൊച്ചുമയും ഒക്കെ വെട്ടിയിട്ട പാതകളെ കൂടുതൽ വിശാലമാക്കി കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കർത്താവ് തമ്പുരാൻ അനുഗ്രഹം നൽകട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനകളും. താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ എ വെരി മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ 2025. താങ്ക് യു. താങ്ക് യു അച്ഛ. നമ്മൾ വീണ്ടും കൂടുതൽ കാരൽ സോങ്സ് കേൾക്കാൻ പോവുകയാണ്. താരം വാനിൽ മിന്നും രാവിൽ ദൂതരാർത്തുപാടി നമുക്കും ആർത്തുപാടാം. പ്രസന്റ് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റ് റീജിയൻ ആണ്. സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് എഡ്മണ്ടൺ, സെന്റ് ജോർജ് മലങ്കര ഓർത്തഡോക്സ് ചർച്ച് വാൻകോവർ, സെയിന്റ് മേരീസ് മലങ്കര ഓർത്തഡോക്സ് ചർച്ച് കാൽഗറി. കേൾക്കാം. പാടി
താങ്ക് യു നോർത്ത് വെസ്റ്റ് റീജിയൻ. ഒരു റാന്തൽ തിരീത വിണ്ണിന്റെ ദാനമായി നീലവാനിലായി താരകം. വെസ്റ്റ് റീജിയൻ അവതരിപ്പിക്കുന്ന ഗാനം കേൾക്കാം.
जीवन
താങ്ക് യു വെസ്റ്റ് റീജിയൻ. സ്വർഗം തുറന്നു, സ്വപ്നം വിടർന്നു, സ്വർഗീയ മഹിമ വെടിഞ്ഞു, സ്വർഗീയ നാഥൻ പൂജാതനായി. മാലാഖമാരോടൊപ്പം ചേർന്ന് പാടുന്നു ഡാളസ് റീജിയൻ. ആട്ടിടയർ കേട്ട ആ സ്വർഗീയ നാദം കേൾക്കാം. Hello everyone, I am Father Tamban Varghese, the Vice President of the MMVS Dallas, Oklahoma, Denver region. We are so glad that this year the MMVS Southwest America Diocese is presenting a carol. This is a wonderful opportunity for everyone to come together to praise God, especially in this festive season. We are entering into the Christmas, that is the birth of our Lord Jesus, and also we are excited to receive the new year 2025. I appreciate everyone, those who took an initiative for this wonderful program, for presenting this carol from all the regions. We are the region Dallas, Oklahoma and Denver. The singers are from all the churches of the region, and I thank everyone, and also thanking the regional secretary Priya Samuel and all the members. May God bless you. May the baby in the manger bless you all in this Christmas season and throughout the new year 2025. May God bless everyone. Merry Christmas and Happy New Year.
താങ്ക് യു ഡാളസ് റീജിയൻ. ദൈവപുത്രന്റെ ജനനത്തോടു കൂടി നക്ഷത്രങ്ങളും മാലാഖമാരും ഏറ്റുപാടിയ സ്നേഹഗീതം ആലപിക്കുന്നത് ഹ്യൂസ്റ്റൺ റീജിയൻ. താങ്ക് യു ഹ്യൂസ്റ്റൺ റീജിയൻ. താരം തെളിഞ്ഞു രാവിൽ വെള്ളി മേഘം നിരന്നു, ദൈവപുത്രന്റെ ജനനത്തിൽ വാനവും ഭൂമിയും ആമോദത്തോടെ നിന്നു. ഫ്ലോറിഡ റീജിയൻ ആലപിക്കുന്നു.
താങ്ക് യു ഫ്ലോറിഡ റീജിയൻ. ദൈവപുത്രന്റെ ജനനത്തിന്റെ സന്തോഷം അതൊരിക്കലും മായാതെ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും എന്നും നിലനിൽക്കട്ടെ. എന്നുമെന്നും ക്രിസ്തുമസിന്റെ സന്തോഷം നമ്മുടെ ഉള്ളങ്ങളിൽ എന്നുമെന്നും ഉണ്ടായിരിക്കട്ടെ. അങ്ങനെ നമ്മുടെ കാരൽ സിംഗിങ് ഇവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് വി ഹാവ് ദ ലക്കി ഡ്രോ. വി ഹാവ് 1 പ്രൈസ് ഈച്ച് ഫോർ each region. So our price is $50. We'll send the money to the winner via Selle. We have 7 regions participating out of the 8. We'll start. So first is Midwest Chicago. ഷിക്കാഗോയിലെ വിന്നർ ഹാം ജോസഫ് അച്ഛനാണ്. കൺഗ്രാചുലേഷൻസ് അച്ഛാ. മർത്തൂറിസമായതില്ലയോ? Next is Midwest Detroit. തിരുവേനി തിരുവേനി ചോദിച്ച ചോദ്യം മർത്തമനസമായത്തിന്റെ സമ്മാനം ഹാമച്ചിന് കിട്ടിയത് എങ്ങനെയാണെന്ന് തിരുവേണ്ടി ചോദിച്ചേ. എനിക്കൊന്ന് രജിസ്ട്രേഷൻ വെച്ചാണ് ഇതിനകത്ത് പേര് എൻട്രി ചെയ്തത്. വേണമെങ്കിൽ നമുക്കത് ഒന്നുകൂടെ ഇട്ടാൽ വേറൊരാളെ കിട്ടും. എനിക്ക് തോന്നുന്ന അച്ഛന്മാർക്ക് കിട്ടുന്നതിനേക്കാളും ഹാമച്ചനോട് എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടല്ല, ഇത് MMVS വേണ്ടിയാണ് നമ്മൾ ഈ ഗിഫ്റ്റ് പ്രോഗ്രാം ചെയ്തത്. അതുകൊണ്ട് തിരുവേനിയുടെ അഭിപ്രായം കൂടെ പറഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, സോ ഞങ്ങളത് ഒന്നുകൂടെ ചെയ്യാം. Mrs. Mariama Thomas. So Okay. next is Okay, next. Next is Midwest Detroit. Detroit. Northwest region. Northwest means Canada. Canada. This is Julie Cherian. Dallas region.
Houston region. Tina Punus. Southeast Florida. Mrs. Anila Matthew. Southeast Atlanta. Julie Vargas. Okay. ഇനി നമ്മുടെ ലക്കി ഡ്രോക്ക് എന്താ വെച്ചാ ഒന്നുകൂടെ വായിച്ചേക്കോ, പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കും. മൊത്തം കൂടെ വായിച്ചോ. Okay. Midwest Chicago, Mrs. Mariama Thomas. Midwest Detroit, Mrs. Mary Chaco. Northwest or Canada, Mrs. Juby Cherian. South Dallas, Mrs. GB. South Houston is Sheena Punus. Southeast Florida, Mrs. Anila. Southeast Atlanta, Julie Vargas. അടുത്ത വോട്ട് ഓഫ് താങ്ക്സ് ആണ്. ഒരു വാക്ക് നന്ദി പറഞ്ഞുകൊള്ളട്ടെ. അഭിമന്യ തിരുമേനി, ആദരണീയനായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ ലിനി കൊച്ചമ്മ, പ്രിയ എലിസബത്ത് ആൻറ്റി, റീജിയണൽ യൂണിറ്റ് ഓഫീസ് ബെയറേഴ്സ്, പ്രിയ കൊച്ചമ്മമാരെ, പ്രിയ സഹോദരങ്ങളെ, ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. ആദ്യമായി അഭിമന്യ പിതാവിനോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുവാൻ തിരുമനസ് അനുമതി നൽകി ആദ്യോടന്തം ഇതിൽ സംബന്ധിച്ചു. കോർ കമ്മിറ്റിയുടെ പേരിലും ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെ പേരിലുമുള്ള സന്തോഷം തിരുമനസിനെ അറിയിക്കുന്നു. ഈ ഒരു പ്രോഗ്രാം ഐഡിയ നൽകിയത് ഐസക് ബി പ്രകാശ് അച്ഛനാണ്. ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്നതോടൊപ്പം അച്ഛൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുവാൻ നമുക്ക് അച്ഛൻ്റെ കൂടെ സാധിച്ചതിൽ വളരെ സന്തോഷം അറിയിക്കുന്നു. അച്ഛനോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത ആദരണീയരായ എല്ലാ വൈദിക ശ്രേഷ്ഠരോടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമുക്കൊരു മെസ്സേജ് നൽകി നമ്മളെ അനുഗ്രഹിച്ച ജേക്കബ് മാത്യൂസിനോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഇത് ഇത്രയും ഭംഗിയായത് റീജിയണൽ തലത്തിൽ ഇത് നിങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടാണ്. ഡിസംബർ മാസം വളരെ തിരക്കുള്ള മാസമായിരുന്നു. എല്ലാവർക്കും കാരോൾ പ്രാക്ടീസും വീടുകളിലുള്ള കാരോൾ സിംഗിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. എന്നാലും ഇത് റെക്കോർഡ് ചെയ്യുവാനും അത് പ്രാക്ടീസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത സമയത്ത് തന്നെ ഇതെല്ലാം നിങ്ങൾ ഏൽപ്പിച്ചു തന്നു. ഇതിൽ ഓരോ യൂണിറ്റ് ഭാരവാഹികളോടും ഓരോ മെമ്പേഴ്സിനോടുള്ള സ്നേഹം അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത ഈ പ്രോഗ്രാമിനെ ഇത്രയും സക്സസ് ആക്കിയ നിങ്ങൾ ഓരോരുത്തരുള്ള സ്നേഹം അറിയിക്കുന്നു. ഒരു സമയത്ത് 180 വരെ മെമ്പേഴ്സ് ഇതിനകത്ത് പങ്കെടുത്തിരുന്നു. നിങ്ങളോടെല്ലാവരുമുള്ള സ്നേഹം അറിയിക്കുന്നു. വേദോത്സവം വായിച്ച എലിസബത്ത് ആൻറ്റിയുള്ള സ്നേഹം അറിയിക്കുന്നു. ഞങ്ങളുടെ ഡയസിസൻ MMVS ഭാരവാഹികളുള്ള ഞങ്ങളുടെ ലാസ്റ്റ് പബ്ലിക് മീറ്റിംഗ് ആണിത്. ഞങ്ങളുടെ ഈ 3 വർഷത്തെ ചുമതലയിൽ ഞങ്ങളെ അല്പമായും അധികമായും ഞങ്ങളെ സ്നേഹിച്ചും ഞങ്ങളോടുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളോട് സഹകരിച്ച എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. ഞങ്ങളുടെ 3 പേരുടെയും പേരിലുള്ള ഏറ്റവും ഹൃദയമായ നന്ദി അറിയിക്കുന്നു. പുതിയതായി ചാർജ് എടുക്കുന്ന എബിയച്ചനും ഷിനിക്കും ഷീനയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഫൈനൽ പ്രേയറിനായിട്ട് തിരുമനസിനെ ക്ഷണിക്കുന്നു. ബെനഡിക്ഷനായിട്ട് ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട ഐസക് അച്ഛനോട്, നമ്മുടെ സുനുവിനോട്, ലിനി കൊച്ചിനോട് താങ്ക് യു. ഇത്രയും ഭംഗിയായിട്ട് ഓൺലൈനിൽ ഇങ്ങനെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഫസ്റ്റ് ടൈം കേട്ടോ. ടെക്നോളജിയുടെ ഒരു അനുഗ്രഹമേ.
അപ്പം നമുക്ക് ലക്കി ഡ്രോ എടുക്കണേ പോലും ഒന്നും പേടിക്കണ്ട, ഓൺലൈനിൽ എല്ലാം റെഡി. വെരി ഗുഡ്. ആ ടെക്നോളജി സപ്പോർട്ടേഴ്സ് ആൻഡ് നിങ്ങളുടെ ലീഡർഷിപ്പ് അതിൻ്റെ എല്ലാ റീജിയനും നല്ല ഭംഗിയായിട്ട് പാട്ട് പാടി. മാലാഖമാരെക്കാട്ടും ഭംഗിയായിട്ട് നമ്മുടെ മലയാളികൾക്ക് പ്രിയക്കൊരു ചിത്രയാണെങ്കിൽ മലങ്കരയുടെ പ്രിയ ചിത്രമാരെല്ലാം കൂടെ നല്ല ഭംഗിയായിട്ട് പാടി. എന്തോ ചിത്രമാരായിരുന്നു, നല്ല സൂപ്പർ പാട്ടുകളായിരുന്നു. എല്ലാ ചിത്രമാരോടും സന്തോഷം, സ്നേഹം, നല്ല പാട്ടുകളായിരുന്നു. എല്ലാ അനുഗ്രഹവും ഭംഗിയായിട്ടെല്ലാം കഴിഞ്ഞു. എല്ലാം ഇതിനുവേണ്ടി അല്പമാധികമായി സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഐസക് വി പ്രകാശൻ OCYM-ന്റെ പുതിയ വൈസ് പ്രസിഡന്റായിട്ട് ചാർജെടുക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്നേഹവും അച്ഛനെ പുതിയ ചുമതലയിലേക്ക് വെൽക്കം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട എബി അച്ഛൻ, ഷിനി, ഷീന ആൻഡ് ദ ടീം മെമ്പേഴ്സ്, വെൽക്കം 2025. നിങ്ങളുടെ എല്ലാവരുടെയും മറ്റേ ടീം മെമ്പേഴ്സിന്റെ എല്ലാ സഹകരണത്തോടെ എബിച്ച ഒരു ചലഞ്ചായി കേട്ടോ. ഷീന ഒരു ചലഞ്ചായി, വലിയൊരു ചലഞ്ചാണ് വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജഗമാത്യച്ചൻ പറഞ്ഞ പോലെ ഇവര് വെട്ടിവെച്ച വഴി വലിയൊരു വഴിയാണ്, വലിയ. അതുകൊണ്ട് ഇനി അതിന്റെ പുറകെ പോകാന്നുള്ളത് ഇച്ചിരി പാടായിരിക്കും. പക്ഷേ ഇത്രയും മെമ്പേഴ്സ് 180 മെമ്പേഴ്സ് ആർ ഹിയർ. ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്. ഭംഗിയായിട്ടെല്ലാം കാര്യം നടക്കട്ടെ സന്തോഷത്തോടെ. എല്ലാവരോടും സ്നേഹം, സന്തോഷം. ഇത്ര രാത്രി വരെ എല്ലാവരും ഇരുന്നല്ലോ, സന്തോഷം. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ളതിൻ്റെ നാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വിശുദ്ധാവായ പുത്രാജയമുള്ള സ്ലീവായാൽ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാസുള്ള കുടിയിരിപ്പിന്റെ ഭവനങ്ങൾ ആശ്രമിക്കണമേ. ദൈവമായ കർത്താവേ, നേരമക്കിൽ എല്ലാ സമയത്തും നിന്റെ ദൈവത്തിന്റെ കൃപയുടെ ചെറിയങ്ങൾ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ആമീൻ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സമത്വവും സഹവാസവും നാം ഏവരോടുകൂടിയും പ്രത്യേക മർത്തോറി സമാജത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടുകൂടിയും 2025 വർഷത്തോടുകൂടിയും പങ്കാളികളായ നല്ല പ്രിയപ്പെട്ടവരോടുകൂടിയും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു സോ മച്ച്. ഇതിന്റെ ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്ത ജെയ്ഡൻ ആണ്. ജെയ്ഡനുള്ള സ്നേഹം പ്രത്യേകിച്ച് അറിയിക്കുന്നു. ഓ ജെയ്ഡൻ, താങ്ക് യു ജെയ്ഡൻ, വെരി ഗുഡ്. ഫ്യൂച്ചർ വൈസ് പ്രസിഡന്റ് ഓഫ് മർത്തോറി സമാജം കേട്ടോ. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. ഗുഡ് നൈറ്റ്.